മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായി എന്നതുകൊണ്ട് മാത്രം ഇത്രയുമധികം വിവാദങ്ങളുണ്ടാക്കിയ ഒരു ADGPയുടെ ട്രാക്ക് റെക്കോർഡിൽ അദ്ദേഹത്തിന്റെ സർവീസ് ബുക്കിൽ ഒരു ചുവപ്പ് രേഖ വീഴാതിരിക്കാൻ കാണിച്ച ആ ജാഗ്രത അത് അതിശയിപ്പിക്കുന്നതാണ്. അതാണ് രക്ഷാകവചം ഒരുക്കുന്നത്. മന്ത്രിസഭയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള പ്രത്യേക ഒരു സംഘത്തിന്റെ സംരക്ഷണ കവചം. അതാണെന്ന് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം. പ്രകാശ് മാസ്റ്റർ, അല്ല, രാഷ്ട്രീയമായി ചർച്ചയാകേണ്ടതും അതാണ് ശ്രീ അരുൺകുമാർ എന്ന് പറഞ്ഞ പോലെ ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു MLA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അതിൽ മാത്രം കടിച്ചു പോകാൻ വേണ്ടി കഴിയുമോ? ഇത്തരം ആരോപണങ്ങളെ സംബന്ധിച്ച് ഉന്നയിച്ച ആളുകൾക്ക് എന്തെങ്കിലും തെളിവ് കൊടുക്കണം. തോന്നിയ പോലെ കാര്യങ്ങൾ പറയല്ലോ. പിന്നെ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ തോന്നുക എന്തോ RSSകാർക്കോട് വളരെ സ്നേഹം ഞങ്ങൾ കാണിക്കുന്നുവെന്നാണ്. ഞാൻ ചോദിക്കുന്നത്, സെൻകുമാർ BJPയുടെ പ്രധാനപ്പെട്ട ആളായപ്പോൾ ലീഗിൻ്റെ ഗവൺമെൻറ്റല്ലേ അദ്ദേഹത്തെ DGP ആക്കിയത്? ഒഴിവാക്കിയതാരാ? ഞങ്ങളുടെ ഗവൺമെൻറ്റല്ലേ? ഞങ്ങളുടെ ഗവൺമെൻറ് ഒഴിവാക്കി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മന്ത്രിസഭാ തീരുമാനം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. അല്ല, മന്ത്രിസഭയ്ക്ക് നിയമവിരുദ്ധ തീരുമാനം എടുക്കാൻ വേണ്ടി കഴിയില്ല. മന്ത്രിസഭാ തീരുമാനത്തെ ചോദ്യം ചെയ്യാനും അതിന് മേലെ ഉത്തരവ് പുറപ്പെടുവിക്കാനും എല്ലാം അധികാരപടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ലീഗിന്റെ പ്രയാസങ്ങൾക്ക് മനസ്സിലാവും. DGP ആക്കി കുറെ കാലം കൊണ്ടു നടക്കുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അതിനിപ്പോ ഈ ഗവർണറെ സംബന്ധിച്ച് പറയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പരസ്യമായി ബോധ്യപ്പെട്ട ഒരു സംഘപരിവാരക്കാരനാണോ സർവീസിലിരിക്കുന്നത്? അധികം ഇത് കാണിക്കല്ല കേട്ടോ, വിളവ് കാണിക്കല്ല. നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ ഒരൊറ്റ വാക്ക് ഞാൻ ഉരിയാടിയിട്ടില്ല. നിങ്ങൾ അന്യായമായ ഒരുപാട് കാര്യം പറഞ്ഞു, ഞാൻ കേട്ടിരുന്നല്ലോ. ഒരു മര്യാദ കാണിക്കുന്നത് ഒരു ചർച്ചയിൽ വരുമ്പോ ഞാൻ സംസാരിക്കുമ്പോ ഇങ്ങനെ പറയാം. നിങ്ങൾക്ക് അതിന് അധികാരം തന്നിരിക്കുന്നത് വെറുതെ വല്ലതും പറയരുത്. വളരെ വ്യക്തമായി കേരള ഗവൺമെന്റ് UDF ഭരിക്കുമ്പോൾ കേരള പോലീസ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത്രയേറെ നാണം കെട്ട തെറികെട്ട പോലീസ് കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ. ഞാൻ ഇപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഈ കേരളത്തിലെ പോലീസ് ഏറ്റവും കാര്യക്ഷമമാണ് എന്ന്, ഈ ഇന്ത്യക്കകത്ത് മാതൃകയാണ് എന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് അംഗീകാരം കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും അന്യായക്കാരായിട്ട് പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടി ഗവൺമെന്റ് സ്വീകരിക്കില്ല. എന്നാൽ നിയമപരമായിട്ട് വരേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഒരാളെ കേസിലല്ലല്ലോ. ഇവിടെ പറയുന്ന കേട്ടോ വിചാരിക്കുക MR കുമാറിന്റെ കാര്യം മാത്രം തീരുമാനിച്ചത് അല്ലല്ലോ. ഇവിടെ 4 പേര് 2011 ബാച്ചിൽ 2000 ബാച്ചിൽ എങ്കിലും പ്രകാശ് മാസ്റ്റർ പറയുന്നു സാങ്കേതികത്വമാണ്. ആ സാങ്കേതികത്വം 1 വർഷവും 7 മാസവും കാത്തിരുന്നാൽ മാത്രം വരേണ്ട ഒരു പ്രൊമോഷനാണ്. അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനിടയിൽ റിപ്പോർട്ട് വന്നാൽ നമുക്ക് കാണാം. Debate with Dr. Arun Kumar.